ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നില്ലേ ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ വന്നു. സംടൈംസ് ഒക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പല സ്ഥലത്തും പോകാറുണ്ട്, പിടിച്ചാൽ നിൽക്കില്ല. അത് സാരമില്ല കേട്ടോ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ജീവിതത്തിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തോട്ടിൽ വന്നൊരു കാര്യം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യട്ടെ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട് അല്ലേ, നമ്മുടെ മനസ്സ് പോലെയാണ് നമ്മുടെ വീട്. ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ശരീരം പോലെയാണ് അവരുടെ വീടെന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അല്ലയോ, അതുപോലെ തന്നെ നമ്മുടെ വീട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കാർ തുണികളൊന്നും മടക്കി വയ്ക്കില്ല, കഴുകി ഒരു സ്ഥലത്തങ്ങ് കൂട്ടിയിട്ടേക്കും. അത് കഴുകുകയില്ല, കുറച്ചിങ്ങനെ കഴുകിയത്, കുറച്ച് കഴുകാത്തത്, അങ്ങനെയൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് നമ്മൾ തന്നെ വരുത്തുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി ഉള്ള ഒരു വസ്തുവാണ് നമ്മുടെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. വായിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മടക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. ആവശ്യമില്ലാത്ത പേപ്പറുകൾ അവിടെയും ഇവിടെയും ചുരുട്ടിയിടരുത്. നമ്മുടെ കുട്ടികളെയും അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അതുപോലെ തന്നെ അവരോടും പറയുക അവരെ തുണികൾ മടക്കി വയ്ക്കാൻ അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ബാത്റൂം ആയാലും നമ്മൾ എല്ലാ ആഴ്ചയും കഴുകുമല്ലേ, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ബാത്റൂം എല്ലാവരും കഴുകുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കല്ലുപ്പ് ഒരു ചെറിയ ബോളിലോ അല്ലെങ്കിൽ ചെറിയ കണ്ടെയ്നറിലോ എടുത്ത് സൂക്ഷിക്കുക. നെഗറ്റീവ് എനർജി പോകാൻ പറ്റിയ ഒരു ശീലമാണത് കേട്ടോ. എല്ലാ മാസവും അത് മാറ്റിക്കൊടുത്താൽ മതിയാകും. അതുപോലെ എൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യം എനിക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞാൻ ഡൊണേറ്റ് ചെയ്യും. അത് വസ്ത്രങ്ങളാവാം, സാധനങ്ങളാവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുമെങ്കിൽ ഞാനത് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യും. അത് വീട്ടിലിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല. എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഇനി എനിക്ക് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ളവർക്ക് ഞാനങ്ങ് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങളും അത് ശീലിക്കണം. വീട്ടിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി വരും. പിന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും അല്ലേ. നമ്മൾ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി നമ്മൾ കിച്ചണിൽ ഒരുപാട് സമയം ചിലവഴിക്കും. നമ്മൾ ആ കിച്ചണിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ പരിസരം വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ. രാത്രി വേസ്റ്റെല്ലാം എടുത്ത് മാറ്റി പാത്രങ്ങളെല്ലാം കഴുകി നീറ്റാക്കി തുടച്ച് വെച്ച് കിടന്നുറങ്ങാൻ എല്ലാവരും പരിശീലിക്കണം. കാര്യം പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ശല്യം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കില്ല. അവശിഷ്ടങ്ങൾ കഴിക്കാനാണ് ഈ ഇഴജന്തുക്കളെല്ലാം വീട്ടിൽ വരുന്നത്. അപ്പം അവരും കുറച്ചേ വരുള്ളൂ. നമ്മുടെ വീടും ക്ലീനായിട്ടിരിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു റൂമാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് അല്ലയോ. അപ്പോൾ ബെഡ്റൂം എപ്പോഴും ബെഡ്റൂം തന്നെ ആയിരിക്കണം. നല്ല ഷീറ്റൊക്കെ വിരിച്ച് ആഴ്ചയിലൊരിക്കൽ ഷീറ്റൊക്കെ മാറ്റി പില്ലോ കവേഴ്സൊക്കെ മാറ്റി നല്ലപോലെ തൂത്ത് തുടച്ച് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ ബെഡ്റൂം സൂക്ഷിക്കണം. അതിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നല്ല ഉറക്കവും നമുക്ക് കിട്ടും, മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാം. അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടുന്ന കുറച്ച് ചെടികളും കൂടെ റൂമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കും. ഉള്ള കൊച്ചു വ്യത്യാസങ്ങൾ വരുത്തി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക. നമുക്ക് ഫിയർ കാണും. ഒരു പുതിയ ചലഞ്ചിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ആ ഫിയറിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുക, അതിനെ നമ്മൾ ഫേസ് ചെയ്യുക, എന്നിട്ട് ഒരു പുതിയ സെൽഫാവുക. നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ദിവസവും പരിശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ.